അപ്പോൾ ഇന്നും ദൌത്യം തുടരും. രാവിലെ 8 മണിക്ക് ദൌത്യം ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് MS അനീഷ് കുമാറിനോട് തന്നെ ചോദിച്ചറിയാം. അനീഷ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. അനീഷ്, ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ നമ്മളറിയാം, കഴിഞ്ഞ ദിവസം ബേലൂർ മക്നയെ പിടികൂടാനുള്ള ദൌത്യം ആരംഭിച്ചിരുന്നു, പക്ഷെ പരാജയപ്പെട്ടു. ഇന്നിപ്പോൾ വീണ്ടും ദൌത്യം പുനരാരംഭിക്കുകയാണ്. ഇന്നത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? എവിടെയാണ് നിലവിൽ ബേലൂർ മക്നെ ഉള്ളത് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ദൌത്യവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത് എന്നത് അടക്കമുള്ള വിവരങ്ങൾ കൂടി. ഒപ്പം സ്ഥലത്തിപ്പോൾ ഇന്നും ഹർത്താലാണ് എന്നുകൂടി മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ഏറ്റവും ഒടുവിൽ ആനയുടെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ചെമ്പകപ്പാറ മണ്ണുണ്ടി വനമേഖലയിലാണ്. അതായത് ഇന്നലെ ആന ഉണ്ടായിരുന്ന സ്ഥലം തന്നെയാണ്. ഇന്നലെ രാവിലെ മണ്ണുണ്ടി കോളനിക്ക് സമീപം ആനയുടെ സാന്നിധ്യം കണ്ടെത്തി. പിന്നീട് ചെമ്പകപ്പാറ വനമേഖലയിലേക്ക് ആന മാറുകയായിരുന്നു. ഈ രണ്ട് സ്ഥലത്തും ദൌത്യസംഘം തെരച്ചിൽ നടത്തുകയും ചെമ്പകപ്പാറ മേഖലയിൽ ആനയെ പിടികൂടാനുള്ള ദൌത്യം ഏതാണ്ട് വിജയത്തിനടുത്തേക്ക് എത്തുകയും ചെയ്താണ്. എന്നാൽ പെട്ടെന്ന് കാട്ടാന ഉൾവനത്തിലേക്ക് വലിഞ്ഞതോടുകൂടിയാണ് ഇന്നലത്തെ ആ ദൌത്യം പരാജയപ്പെട്ടത്. അതിനുശേഷം മണ്ണുണ്ടി വനമേഖലയിലേക്ക് എത്തുകയും ചെയ്തു. അവിടെ വെച്ചും പിടികൂടാനുള്ള ശ്രമം നടത്തി. ആദ്യം ഒരു തവണ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും പിന്നീട് ഉൾവനത്തിലേക്ക് കയറുകയായിരുന്നു. പ്രത്യേകിച്ചും ഈ പൊന്തക്കാടുകൾ, മുളങ്കൂട്ടകൾ എന്നിവയൊക്കെ കാട്ടിനുള്ളിലുണ്ട്. ഈ പൊന്തക്കാട്ടിനുള്ളിലേക്ക് വലിയുന്നതിനാൽ കൃത്യമായി അവർക്ക് ലക്ഷ്യം ചെയ്യാൻ പറ്റുന്നില്ല. 3 തവണ ഈ മയക്കുവെടി വിദഗ്ധൻ ഈ മയക്കുവെടി വെച്ചതായാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. പക്ഷേ 3 തവണയും ആന മയക്കുവെടിയിൽ നിന്ന് സമർത്ഥമായി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീടാണ് ഈ വെളിച്ചമടക്കമുള്ള പ്രതികൂല ഘടകങ്ങൾ കാട്ടിനുള്ളിൽ ഉണ്ടായ സാഹചര്യത്തിലാണ് വൈകുന്നേരത്തോടുകൂടി ദൌത്യം അവസാനിപ്പിക്കാൻ തീരുമാനമായത്. പക്ഷേ 5 മണിയോടുകൂടി ദൌത്യം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ നാട്ടുകാർ ഒന്നടങ്കം മണ്ണുണ്ടി മേഖലയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും മണിക്കൂറുകളോളം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടയുകയുമായിരുന്നു. ഇതേ തുടർന്ന് 8 പെട്രോളിംഗ് ടീമുകൾ ഈ മേഖലയിൽ ഒന്നടങ്കം പെട്രോളിംഗ് നടത്താം എന്ന് ഒരു ഉറപ്പ് നൽകിയ ശേഷമാണ് അവർക്ക് അവിടുന്ന് പോകാൻ പറ്റിയത്. നമ്മളെന്തായാലും ഇന്നലെ മരിച്ച അജീഷിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ആ ജംഗ്ഷനിലാണ്. അവിടെ നമുക്കൊപ്പം നാട്ടുകാരുമുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, അവരുടെ ആശങ്കകളൊക്കെ അകലാറായോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നടപടികൾ അവരെ എങ്ങനെ ബാധിക്കുന്നു? ആനയെ ഇതുവരെ പിടികൂടാൻ ആനയെ ഇതുവരെ പിടിച്ചിട്ടില്ല. പിടിക്കാതെ എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോൾ അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറയും. സിഗ്നലിൽ നോക്കിയിട്ടാണല്ലോ പോണത്. അതുകൊണ്ടാണ് പാനേനെ കിട്ടാണ്ടായെന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഞങ്ങൾക്കിപ്പോഴും പേടി മനസ്സൊന്നും മാറിയിട്ടില്ല. അജീഷിനെ തൊട്ടയിലൊക്കെ കാരണം അജീഷ് നാട്ടിലെ എല്ലാവർക്കും ഒരു ഉപകാരിയായിരുന്നു. ഞങ്ങൾക്ക് പോയി അത്രയാണ്. ഇപ്പം അജീഷിന്റെ സംസ്കാരം കഴിഞ്ഞു, എന്നിട്ടും ആന എവിടെയാന്ന് മാത്രം ആർക്കും കിട്ടിയില്ല. ഇന്നലെ ഇവിടെ പുഴയുടെ അടുത്ത് ആന ചിഹ്നം വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രി. ഇവിടുത്തെ ഈ പുഴയിൽ ഇന്നലെ രാത്രി ഒരു 12 മണിയോട് സമയത്ത് കവനിപ്പുഴേന്റെ തീരത്തുനിന്ന് ആനന്റെ കരച്ചിൽ കേട്ടായിരുന്നു. നിലവിളി. അവിടെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അതിൽ തട്ടിയിട്ടുള്ള ഇതിലാണോ എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ ഈ ആനയാണോ ഇനിയിപ്പോൾ വേറെ ഫോറസ്റ്റിന് കയറിയതാണോന്നും പറയാൻ പറ്റില്ല. ഇന്നലെ ഒരു 12 മണി സമയമായി ഭയങ്കര കരച്ചിലുണ്ടായിരുന്നു. നമുക്കപ്പോൾ രാത്രിയിൽ ഇപ്പോഴൊരു അല്ല, ഇതിനെ പിടിക്കാണ്ട് ഇതിനെ നമുക്ക് വീതി ഒഴിയില്ലല്ലോ. അവരിന്നിപ്പോ 5:50 പാലളക്കേണ്ടത് ഇന്നും 7 മണിക്കായി. അവരെ ഫോറസ്റ്റുകാരുടെ നിഗമനം അത് പോയ റൂട്ടിൽ കൂടെ തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞതിന്റെ പേരിലാണ് ഇന്നും ടൈം മാറ്റിയേക്കണം. പാലളവെന്ന് 5:50 ഇവിടെ സാധാരണ പാലളവ് തുടങ്ങുന്നത്. അതിപ്പോൾ 7 മണിയാക്കിയത് ഇന്നലെ ഒരു ദിവസത്തേക്കുണ്ടെന്ന് പറഞ്ഞ് ആനേനെ പിടികൂടാത്തതിന്റെ പേരിൽ ഇന്നുകൂടി ആക്കി. സ്കൂളിനൊക്കെ ഈ ഭാഗത്ത് അവധിയും പ്രഖ്യാപിച്ചിരിക്കുക. അതിന് ഇന്നിപ്പോ സ്കൂളിനൊക്കെ അവധി അന്നാ പറയുന്നത് കേട്ടെ. ഈ പോയ വഴിക്ക് തിരിച്ചു വരും, അത് നിങ്ങൾക്ക് കൂടുതൽ ആശങ്ക അല്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ വെളിപ്പെടുത്തൽ ഇതാണ്, മറ്റേ പോയ വഴിക്ക് തന്നെ അത് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അത് കാരണം വളരെ ജാഗ്രത നിർദ്ദേശം ഇത് വെച്ചിട്ടുണ്ട് അവര്. ഈ രാവിലെയൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലേ? കടുത്ത മഞ്ഞാണ്, ആന നിന്നാൽ പോലും അറിയാത്ത ഒരു അല്ലെ ചേട്ടാ. ഈ രാവിലെയൊക്കെ ഈ വലിയ മഞ്ഞ് വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആന മുന്നിൽ നിന്നാൽ പോലും അറിയാൻ പോലും പറ്റാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ അല്ലെ? നമുക്കറിയാം, രാവിലെ വളരെ തിരക്കേറിയ ഒരു ജംഗ്ഷനാണ്. പ്രത്യേകിച്ചും ഇവിടെ ഈ പാല് വിൽക്കുന്ന ഇടമാണ്, പാലളക്കുന്ന കേന്ദ്രമാണ്. ഈ പാലളക്കലൊക്കെ വൈകിച്ചാണ്. ഒരു ആശങ്ക നിങ്ങൾക്ക് മാറുന്നില്ല അല്ലെ? ഈ ആനയെ ഇന്നലെ പിടിക്കാനുള്ള രാവിലെ മുതൽ അവർ ശ്രമങ്ങൾ നടത്തിയെന്ന് പറയുന്നു, പക്ഷേ ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല. ഇത്
എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനാസ്ഥയാണ് കാണുന്നതെന്നാണ് നമ്മുടെ കണക്കുകൂട്ടൽ. എന്താണെന്ന് വെച്ചാൽ ഈ ആനയെ ഇത്രയും വലിയൊരു കാട്ടിൽ ചെന്നിട്ട് പിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അത് കടത്തിവിടാൻ വേണ്ടി മറ്റ് സ്റ്റേറ്റിലേക്ക്, കർണാടക സ്റ്റേറ്റിലേക്ക് കടത്തിവിടാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ തോന്നൽ. അതായത് ആ കാട്ടിൽ നിന്ന് ആനയെ പിടിക്കാൻ കഴിഞ്ഞില്ല, 4 കുങ്കിയാനയെ കൊണ്ടുവന്നിട്ട് ഈ ആനയെ എന്തുകൊണ്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അതൊരു അനാസ്ഥ തന്നെയാണ്. അത് കർണാടക വനത്തിലേക്ക് കടത്തിവിട്ട് ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് പാലളക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്ഷീരകർഷകരായ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. കന്നുകാലിക്ക് പുല്ല് വെട്ടാൻ വേണ്ടി പുറത്തിറങ്ങാൻ പാടില്ല, തോട്ടത്തിലേക്ക് ഒന്നും ഇറങ്ങാൻ പാടില്ല. ഇന്നലെ ഇതുകൂടാതെ 3-4 ആന ഇവിടെ വന്ന് രാത്രിയിൽ ചിഹ്നം വിളിക്കുകയും ഞങ്ങളെല്ലാം ഭയങ്കര ഭീതിയിലായിരുന്നു. ഇവിടെയുള്ള ജനങ്ങൾ മൊത്തം ഭയങ്കര ഭീതിയിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ, ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അല്ല. ജനങ്ങളെ ഒരു പട്ടിയെ കൊല്ലുന്ന ലാഘവത്തോടെയാണ് സർക്കാർ ഇപ്പോൾ കാണുന്നത്. ഒരു ജീവന് ഇവിടെ പോയിട്ട്, ഒരു കുടുംബനാഥൻ ഇവിടുന്ന് പോയിട്ട് ആ ഒരു പട്ടി മരിച്ച ഇതുപോലും സർക്കാർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത്രയ്ക്കും ഒരു അനാസ്ഥയായിട്ടാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കുന്നത്. ഒരു പട്ടിക്കുള്ള വില പോലും ഒരു മനുഷ്യന് കാണിക്കുന്നില്ല. ഇന്നലെ ജോസ് കെ മാണി പറഞ്ഞത് വളരെ കറക്റ്റാണ്. അത് ജനങ്ങളോടൊപ്പം ജോസ് കെ മാണി നിന്നു എന്നുള്ളതിനൊരു തെളിവാണ് അത്. ഈ മന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയില്ല. ഇവിടുന്ന് തൊട്ടപ്പുറത്താണ് ഹജീഷിന്റെ വീട്, അല്ലെ? ഈ വലിയ ജനാവലിയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ എത്തുകയും ചെയ്തത്. പക്ഷേ ഇത്തരം ഔദ്യോഗിക സംവിധാനങ്ങളിലെ ആരും എത്തിയില്ല എന്ന ഒരു പരാതി നാട്ടുകാർക്കില്ലേ? അതെ, മന്ത്രി വന്നില്ല എന്നുള്ളതല്ല, മന്ത്രിയുടെ പരാമർശങ്ങൾ ജനങ്ങളെ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു പരാമർശമാണ് മന്ത്രി പ്രസ്താവന ഇറക്കിയത്. അതല്ല, ഒരു ജനത്തിനോട് കാണിക്കുന്ന ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞുവിട്ട് ഒരു മന്ത്രിയാക്കി വിട്ടത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതല്ല, മന്ത്രി ഇന്നലെ ജോസ് കെ മാണി പറഞ്ഞത് വളരെ കറക്റ്റായ കാര്യമാണ്. ഒരു പട്ടി ചത്ത ഒരു ലാഘവമാണ് ആ മന്ത്രി കാണിക്കുന്നത്. ഒരു കുടുംബം എങ്ങനെ പുലർത്തി കൊണ്ടുപോകുന്നു, ആ കുടുംബത്തിനെ എങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്നു എന്ന് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു കർഷക കുടുംബം എങ്ങനെ ജീവിക്കുന്നുവെന്ന്, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. അതെന്താണ് ഇങ്ങനെ ആയി പോകുന്നത്? ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇലക്ഷനിലെല്ലാം വരുമ്പോൾ ജനങ്ങൾ ഇതിന് പ്രതികരിക്കും. ഉറപ്പായിട്ടും വയനാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്നുള്ളതാണ്. ഇതൊരു പോരാ, ജനങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് ഇറങ്ങും. നല്ലൊരു പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആളുകളുടെ ഒരു പ്രതികരണം ഇതാണ്. കാരണം ഇപ്പോഴും ഒരു അർഹമായ രീതിയിലുള്ള ഒരു പ്രതികരണം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. മന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ ആദ്യം വാച്ച്മാൻമാരെ വെച്ചായിരുന്നു. അത് കഴിഞ്ഞ റേഞ്ചർ DFO വന്നപ്പോൾ അവരെയൊക്കെ ഒഴിവാക്കി. വാച്ചർമാരുള്ള സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇവിടെ ആനങ്ങനെ വരവോ പോക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഈ വാച്ചർമാരില്ല. ഗവൺമെന്റാണ് ഭയങ്കര അനാസ്ഥയായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. വാച്ചർമാരുണ്ടെങ്കിൽ പെട്ടെന്നൊരു വിവരം കിട്ടും. മാത്രമല്ല അവർ ഓടിച്ച് കയറ്റുകയും ചെയ്യും. ഇവിടെയുള്ള ആൾക്കാർ തന്നെയായിരുന്നു അവിടെ വെച്ച വാച്ചർമാരായിരുന്നത്. കൂടൽക്കടവ് മുതൽ പാലുവിളിച്ചും വരെ ഒരു വാച്ചറെ വയ്ക്കുക. ഒരു 4-5 വാച്ചർമാരെങ്കിലും വെച്ചിട്ട് ഇവർ ഈ ആനേനെ ഇങ്ങോട്ട് കടക്കാതിരിക്കാനുള്ള പ്രതിരോധം ഇവർ ചെയ്യണം, സർക്കാർ ചെയ്യണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പ്രാദേശികമായ വാച്ചർമാർ ഉണ്ടെങ്കിൽ ആ വാച്ചർമാർ ഈ സാന്നിധ്യം ചായ കൂടിയും വർത്താനം കൂടെ നടക്കും. ഒരു തരത്തിലും ഇന്നലെ രാത്രിയിലും ആനയുടെ സാന്നിധ്യം ഉണ്ട്. ഇന്നലെ രാത്രി ആന എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഭയങ്കര ബഹളം ഉണ്ടായിരുന്നു. ഒരു വിധത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ള ഒരാൾ ഇവിടെ കൊന്നു. ആ ആനയുടെ പുറകെ ഇക്കണ്ട ആൾക്കാർ മുഴുവൻ നടക്കണ്ട. അതിന് ഇതുവരെയായിട്ട് ഒന്നും പിടിക്കാനോ പറക്കാനോ സഹായിക്കാഞ്ഞിട്ടൊന്നുമല്ല. ഈ കുഞ്ഞിന്റെ ഇവിടെ ഒരു ദിവസം 10-12 മണിക്കൂർ ആന നിന്നതാ ഇതിന് നേരെ മേലെ, ഈ പടമല കുന്നിന്റെ മേലെ. എന്നിട്ട് അതിനെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇതിന്റെ പുറകെ നടക്കണത് നാട്ടുകാർ കളിയാക്കാനാണ്. ഇത്ര ആൾക്കാരും ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി വണ്ടിയും കുന്തും എല്ലാം കൂടി അതിനെ പുറകെ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ പറഞ്ഞാൽ ഇത്ര 10-12 മണിക്കൂർ ഈ ആനയെ കുന്നിന് മേലെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ ഫോറസ്റ്റുകാർ എന്ത് ചെയ്യാനാ? മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടി നടക്കുന്നതല്ലേ? അല്ലാണ്ട് തീരുമാനമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ആനയെ ട്രാക്ക് ചെയ്ത് വളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചാനലിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്തിട്ട് ആനേനെ പിടിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് സന്ധ്യ 5 മണിയായപ്പോൾ പറഞ്ഞു ആനേനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവരെല്ലാം കെട്ടും കടയും മടക്കി പോയി. അപ്പൊ അന്നേരം തന്നെ അവിടുത്തെ നാട്ടുകാർ തടഞ്ഞില്ലേ? അപ്പൊ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാണ്ട് വെറുതെ നമ്മളെ സാധാരണക്കാരെ കളിയാക്കാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അജീഷ് മരിച്ച ശേഷം ഇപ്പോൾ 2ാം ദിവസം, എന്നിട്ടും അന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനം പറഞ്ഞത് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്നാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അല്ലെങ്കിൽ ഇത്ര ഒരു ദിവസം ഫുള്ള് ഈ ആന ഇവിടെ തന്നെ ഉണ്ടായിരുന്നു.
എന്നിട്ട് അതിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ കുന്നിൽ ഇവിടുത്തെ കുന്നിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്നിട്ട് ഈ ഫോറസ്റ്റിൽ കൊണ്ടിട്ട് എവിടെ കൊണ്ടിട്ട് പിടിക്കുന്ന പറഞ്ഞ് ഇവര് സാധാരണ ആൾക്കാരെ കളിയാക്കാന്നുള്ള ഇടപാടല്ലാണ്ട് അല്ലെങ്കിൽ അവർക്ക് ചെയ്യാനാണെങ്കിൽ അന്ന് ചെയ്യാറുന്നല്ലോ. കാരണം കർണാടകയിൽ നിന്ന് ആന ആളെ കൊന്നിട്ടാണ് ഇങ്ങോട്ട് കടത്തിയത്. ഇങ്ങോട്ട് വന്ന ആനനെ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് ഇങ്ങോട്ട് കടത്തിവിട്ട് ആനനെ ഇവിടുത്തെ സർക്കാരിന് ഇച്ചിരി ഉദ്യോഗസ്ഥന്മാരെ കൂടെ നോക്കിയെങ്കിൽ ഈ ആനനെ അങ്ങോട്ട് കടത്തിവിടേണ്ട കാര്യമില്ല, പിടിക്കാൻ പറ്റില്ലേ? അപ്പൊ ഇനി 2-3 പേരെ കൊന്നാലേ ഇവർ പിടിക്കുള്ളൂ. എന്തായാലും ഇങ്ങനെ ആരും ഇങ്ങോട്ട് വന്നില്ല എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. പകരം മന്ത്രി ഒക്കെ ഭയം മൂലം വരാതിരിക്കുവാണെന്നാണ്. മന്ത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ആളെ കൊന്ന് ഇത്രയും പ്രശ്നങ്ങളുണ്ടായ ഒരു മന്ത്രി കാര്യം വയനാട് ജില്ലയ്ക്ക് ഒരു മന്ത്രിയുണ്ട്, ഇവിടുത്തെ വനംവകുപ്പ് മന്ത്രിയാണ് താനും. അങ്ങേർക്ക് പോലും ഇവിടെ ഒന്ന് ഇറങ്ങി വരാനോ തിരിഞ്ഞു നോക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഇവരൊക്കെ മന്ത്രിയാന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യമുള്ള ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാവും? കാരണം വന്ന് ഇത്തരം ഒരു പ്രശ്നങ്ങളുണ്ടായി ഇവിടെ ഒരാളെ കൊന്നു, ആ ഒരു കുടുംബം അനാഥമായില്ലേ? കാരണം അവർ ഒറ്റ ആളെ കുടുംബം നടത്തിക്കൊണ്ടിരുന്നത്. വളരെ അടുത്ത് ഇതിന്റെ തൊട്ടപ്പുറത്താണ് വീട്, ഇതിന്റെ തൊട്ടപ്പുറത്ത്. ആ സർവ്വ മനുഷ്യന് ഒരു ഉപകാരിയായിരുന്നു അങ്ങേര്. അത് ആളെ കൊന്നിട്ട് വരെ ആ മന്ത്രിയും തിരിഞ്ഞു നോക്കുക, അതിന് വേണ്ടുന്ന ഒരു സഹായം ചെയ്ത് കൊടുക്കാനോ പറയാനോ ഇവർ നോക്കിയിട്ടില്ല. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നേ പറഞ്ഞേ? ഇപ്പൊ ആന ഒരു ദിവസം ഫുള്ളായിട്ട് ഈ മലയുടെ മേലെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇനി പോർഷെ കൊണ്ടിട്ടാണ് ആന പിടിക്കാൻ പോണേ. ഇവർക്കിപ്പോൾ ആനനെ എങ്ങനെയും മൈസൂർ കാട്ടിലേക്ക് കടത്തി വിടണം. അത് ഇവര് നല്ല സുഖമായിട്ട് കൈ കഴുകി ഒഴിവാകും, പൂരം അത്രേ ഉള്ളൂ. കാരണം അവിടെ ചെന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങ് വേറെ ഭാഗത്ത് മാറി രണ്ടാളാണ്ട് കൊന്നു കഴിയുമ്പോൾ ഇവർ പറയും അപ്പം പിടിക്കുന്നു, അത് തന്നെ. അല്ലാണ്ട് ഇതിനൊരു തീരുമാനമൊന്നും ഉണ്ടാക്കൂല, ഉണ്ടാക്കായിരുന്നു. അജീഷിന്റെ മരണം നടന്നിട്ട് ഇപ്പോൾ 2ാം ദിവസം ആയിരിക്കുന്നു. എന്നിട്ടും ആനയെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്ന ചോദ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. മന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്താത്തത് ജനങ്ങളോടുള്ള ഒരു അവഗണനയാണ് എന്ന വിമർശനവുമുണ്ട്. നമുക്ക് കാണാം, തൊട്ടടുത്ത് തന്നെ ഈ ജംഗ്ഷന്റെ അവിടെ ചേർന്ന് തന്നെയാണ് അജീഷിന്റെ വീടുള്ളത്. വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ഇന്നലെ സംസ്കാര ചടങ്ങുകളടക്കം നടന്നത്. എന്തായാലും രാവിലെ ആനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ദൌത്യസംഘം പുനരാരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നെങ്കിലും ജനങ്ങളുടെ ആശങ്ക അകറ്റി ആനയെ മയക്കോടി വെച്ച് പിടികൂടി പുത്തങ്ങിലേക്ക് മാറ്റുമെന്നും പ്രതീക്ഷിക്കാം. മറിച്ച് ഉൾക്കാടുകളിലേക്ക് ആന പോയെങ്കിൽ അല്ലെങ്കിൽ കർണാടകത്തിലെ വനമേഖലയിലേക്ക് ആനയെ തുരത്തപ്പെട്ടെങ്കിൽ അത് വലിയ ജനകീയ പ്രതിഷേധത്തിനും കാരണമാവും. വയനാട് ജില്ലയിൽ നിലവിൽ തന്നെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് സ്കൂളുകൾക്കടക്കം അവധിയാണ്. മറ്റ് ഒരു ഇടത്തേക്കും ആളുകൾക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ഈ കാട്ടിലേക്ക് പുല്ലുവെട്ടുന്നതിനോ പശുക്കളെ മേയ്ക്കാൻ പോകുന്നതിനോ അല്ലെങ്കിൽ വിറക് ശേഖരിക്കുന്നതിനോ ഒന്നും പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം വലിയ മുന്നറിയിപ്പുകളാണ് എല്ലായിടത്തും നൽകിയിരിക്കുന്നത്. ആനയുടെ സാന്നിധ്യം ഈ സമീപപ്രദേശത്തെ കാടുകളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ജനജീവിതം അങ്ങേയറ്റം ഒരു സ്തംഭിച്ച അവസ്ഥയിൽ